പാർട്ട് 2 ഓഫ് കൂടല്ലൂർ ട്രക്കിംഗ്. ഓക്കെ, ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാല് ഒരു സയന്റിഫിക് ആയിട്ടൊരു ടേം ആണ്. പക്ഷെ അതിനോട് 100% നീതി പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഒരു തരത്തില് അതിനോട് 1% എങ്കിലും അങ്ങനെയാ ചെയ്തു പറയാം. അവസാനം ഞങ്ങൾ ഈ ഒരു പുഴയിലെത്തിയിട്ട്, ഒരു പുഴയല്ല ഒരു തോടാണ് ആക്ച്വലി ഇത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒരു നൂൽപ്പാലമുണ്ട്. ഇപ്പം അധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യാറില്ല അവിടെ ഉള്ളവര്. ഭയങ്കര കഷ്ടമാണ്. അപ്പം എനിക്കൊരു അഡ്വഞ്ചർ, എനിക്കതിൽ കൂടെ പോകണമെന്ന്. ആക്ച്വലി നമ്മൾ ഭയങ്കര ബാലൻസ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ നടക്കണം. അപ്പോൾ ആദ്യം എന്നെ ചാലഞ്ച് ചെയ്തു, എനിക്ക് പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരാൾ ചാലഞ്ച് ചെയ്ത് എന്തായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. സോ ഞാനത് സാറ്റിസ്ഫൈ ചെയ്ത് അജിത്ത് പോലെ അതിനകത്ത് കയറിയാലേ ഭയങ്കര റിസ്ക് ഫാക്ടറാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കയറിയ പൊട്ടത്തൊന്നുമില്ല, കാരണം ഇത്രേ ഉള്ളൂ, ഞാൻ സൈസ് ഇത്രേ ഉള്ളൂ, വെയിറ്റും അത്രേ ഉള്ളൂ. സോ ഞാൻ കയറിയ പൊട്ടില്ല എന്നൊരു കോൺഫിഡൻസിൽ അതിസാഹസികമായി ഞാനത് കയറി വന്നു. ആൻറ്റിന് പറഞ്ഞ് ഇപ്പോൾ ആരും കയറാനല്ല, നീ പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ബൂസ്റ്റപ്പായിനോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് തോട്ടിലോട്ട് നടക്കാൻ എന്നെ കൊണ്ട് ഒട്ടും ഭയം, കാരണം നല്ല ചപ്പളി വീടുണ്ട്, ആകെ കാലം പൂണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് റോഡിലോട്ട് നേരെ പിടിക്കാം. പക്ഷെ കുറച്ച് മലയൊക്കെ കയറണം എന്ന് പറഞ്ഞു. എന്ത് മല കയറിയാലും കുഴപ്പമില്ല. ആ പടിക്ക് ഞങ്ങൾ അജിത്തിന്റെ പണ്ടത്തെ തറവാട് കണ്ടു കേട്ടോ. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ചപ്പിളി കാരണം അജിത്ത് എനിക്ക് എന്ത് ചെയ്തു, വെള്ളമൊക്കെ വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് കിണർ കോരാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഓനാക്കുന്നല്ലാതെ ആരും ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് ആരും പറയത്തുന്നില്ല, പറയൊന്നും വേണ്ട, അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. നമ്മുടെ ചുമ്മാ ബൂബൂസ് ഉണ്ട്, ബൂബൂസ് നമ്മുടെ പശുക്കുട്ടികൾ, അവരൊക്കെ കണ്ട് അവർക്കൊക്കെ പുല്ല് കൊടുത്തു ഞാൻ. അതിനുശേഷം ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് റോഡിലെത്തിയാൽ മതി. ഇങ്ങനെ റോഡ് കണ്ട് ഞാൻ ആക്ച്വലി അജിത്ത് നേരെ ആദ്യം മുന്നിൽ നടക്കും വഴി കാട്ടാൻ വേണ്ടിയിട്ട്, പിന്നീട് ഞാനും ആദ്യം നടക്കുന്നു. അങ്ങനെ കയറ്റം കയറി ഞങ്ങൾ റോഡ് കണ്ടപ്പോൾ എനിക്ക് ആ റോഡ് ഞങ്ങൾക്ക് കടന്നാൽ മതി. അങ്ങനെ ഞാൻ ശീലിച്ചു കേട്ടോ. എൻ്റെ സ്റ്റാമിന